നമസ്കാരം പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാർ ആഗ്രഹിക്കുന്നത് ജനപക്ഷത്ത് നിൽക്കുന്ന പോലീസിനെ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി. വയനാട് മാവോയിസ്റ്റ് ഒളിത്താവളമാകാതിരിക്കാൻ പോലീസ് നിതാന്ത ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി. വൻ സുരക്ഷാ ക്രമീകരണങ്ങളോടെ പിണറായിയുടെ വയനാട് സന്ദർശനം. നാളെ മുതൽ ജില്ലയിൽ അനിശ്ചിതകാല സ്വകാര്യ ബസ് തൊഴിലാളി പണിമുടക്ക്. സമരം പുതുക്കിയ വേതനവും ബത്തയും നൽകാത്തതിൽ പ്രതിഷേധിച്ചു. ചെമ്പ്ര പീക്ക് തോട്ടം സമരം തീരുന്നു. എസ്റ്റേറ്റ് ജൂലൈ 1 തുറക്കും. നാളെ തൊഴിലാളികൾ നടത്താനിരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം പിൻവലിച്ചു. വയനാട്ടിൽ വീണ്ടും ഡിഫ്തീരിയ റിപ്പോർട്ട് ചെയ്തത് 6ാമത്തെ കേസ്. രോഗം സ്ഥിരീകരിച്ചത് ബത്തേരി തൊവരിമലയിൽ യുവതിക്ക്. കുടുംബ ബന്ധങ്ങളിലെ ആത്മീയത നഷ്ടപ്പെട്ടെന്നും ബന്ധങ്ങൾ യാന്ത്രികമായെന്നും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. വികസന കാര്യങ്ങളിൽ വയനാടിനെ അവഗണിക്കുമെന്ന ആശങ്ക വേണ്ടെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. ജനപക്ഷത്ത് നിൽക്കുന്ന പോലീസിനെയാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുറ്റവാളികൾക്കെതിരെ ഗവൺമെന്റ് കർശന നടപടികൾ സ്വീകരിക്കും. പോലീസിന്റെ പെരുമാറ്റം മാന്യമായിരിക്കണം. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന വയനാട് മാവോയിസ്റ്റ് തീവ്രവാദികളുടെ ഒളിത്താവളമായി മാറാതിരിക്കാൻ പോലീസ് നിതാന്ത ജാഗ്രത പാലിക്കണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. കൽപ്പറ്റയിൽ പോലീസ് ആസ്ഥാനത്തിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. CK ശശീന്ദ്രൻ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. മൂന്നാം മുറ സ്റ്റേഷനകത്തും പുറത്തും പാടില്ല എന്നത് തന്നെയാണ് സർക്കാരിന്റെ കർക്കശ നിലപാട്. മൂന്നാം മുറ ഉണ്ടായാൽ ശക്തമായ നടപടിയിലേക്ക് നീങ്ങുമെന്നതും ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ജനങ്ങൾ പോലീസിനെ സമീപിക്കുന്നത് അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ ആ ആവശ്യം നിറവേറ്റി കൊടുക്കുന്ന സമീപനം. മുഖ്യമന്ത്രിയുടെ വയനാട് പരിപാടിക്ക് കനത്ത പോലീസ് സുരക്ഷ. ക്രമീകരണങ്ങൾ DGP TP സെൻകുമാറിന്റെ നേതൃത്വത്തിൽ. വയനാട് SP ഓഫീസിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം, ഗോത്രബന്ധു ഗോത്രജീവിക പദ്ധതികളുടെ ഉദ്ഘാടനം, വിജയ പമ്പ് പരിസരത്ത് LDF പൊതുയോഗം എന്നിവയാണ് കൽപ്പറ്റയിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ. ചരിത്രത്തിലാദ്യമായാണ് മുഖ്യമന്ത്രിയുടെ ജില്ലാ സന്ദർശനത്തിന് ഇത്ര പഴുതടച്ചതും വിപുലവുമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. മാവോയിസ്റ്റുകളടക്കം തീവ്രവാദ ഭീഷണി കണക്കിലെടുത്താണ് വൻ സുരക്ഷ. സംസ്ഥാന പോലീസ് മേധാവി TP സെൻകുമാറിനാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ മേൽനോട്ടം. 500 സായുധ പോലീസുകാർ, ദ്രുതകർമ്മസേന, തണ്ടർബോൾട്ട് എന്നിവരുടെ സംഘത്തെ 30 SI-മാരുടെ നേതൃത്വത്തിൽ നിയന്ത്രിക്കുന്നു. 11 CI-മാരും 6 DYSP-മാരും 2 പോലീസ് സൂപ്രണ്ടുമാരും സുരക്ഷാ സംഘത്തിലുണ്ട്. വയനാട് ന്യൂസ്, കൽപ്പറ്റ. മുഖ്യമന്ത്രിയുടെ വയനാട് സന്ദർശനം പ്രമാണിച്ച് ജില്ലയുടെ തെക്കും വടക്കും അതിർത്തി മേഖലയിൽ പോലീസ് 3 ദിവസമായി അതിജാഗ്രതയിൽ. തിരുനെല്ലി, തോൽപ്പെട്ടി, പുൽപ്പള്ളി, ബാവലി, മേപ്പാടി, നിരവിൽപ്പുഴ തുടങ്ങിയ വടക്കൻ അതിർത്തികൾക്കു പുറമെ നമ്പ്യാർകുന്ന്, താളൂർ, മുത്തങ്ങ പ്രദേശങ്ങളിലും പോലീസ് ശക്തമായ പരിശോധന നടത്തി. വാഹനങ്ങളടക്കം പരിശോധിച്ചു. തിരുനെല്ലി, ബാവലി, തോൽപ്പെട്ടി മേഖലകളിൽ റിസോർട്ടിലും ഹോം സ്റ്റേകളിലും പോലീസ് പരിശോധനയും നൈറ്റ് പട്രോളിംഗും നടത്തി. അന്യസംസ്ഥാന വാഹനങ്ങൾ പരിശോധനയ്ക്ക് ശേഷമാണ് ജില്ലയിൽ പ്രവേശിപ്പിച്ചത്. മാവോയിസ്റ്റ് സംഘങ്ങൾ ജില്ലയിലെത്താൻ സാധ്യതയുണ്ടെന്ന് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ജാഗ്രത. തമിഴ്നാട് പോലീസിനും ജാഗ്രതാ നിർദ്ദേശം ലഭിച്ചിരുന്നു. ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രീകരിച്ച് തമിഴ്നാട് പോലീസ് നിരീക്ഷണം ശക്തമാക്കി. ന്യൂസ് ടീം, വയനാട് ന്യൂസ്. നാളെ മുതൽ ജില്ലയിൽ അനിശ്ചിതകാല സ്വകാര്യ ബസ് പണിമുടക്ക്. ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രഖ്യാപിച്ച പുതുക്കിയ വേതനവും ബത്തയും തൊഴിലാളികൾക്ക് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് അനിശ്ചിതകാല പണിമുടക്ക്. മാനന്തവാടിയിൽ വെള്ളിയാഴ്ച തൊഴിലാളികൾ നടത്തിയ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ തൊഴിലാളികളുടെ വേതനബത്ത വർദ്ധിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ വൈകുന്നേരത്തോടെ ഇവർ ഉറപ്പ് ലംഘിച്ചതായി ആരോപിച്ച് ശനിയാഴ്ച തൊഴിലാളികൾ പണിമുടക്ക് നടത്തിയിരുന്നു. വൈകുന്നേരം മാനന്തവാടി CI CK മണിയുടെ സാന്നിധ്യത്തിൽ തൊഴിലാളി യൂണിയൻ പ്രതിനിധികൾ, ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവരുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. പണിമുടക്കിനെ തുടർന്ന് അവധി ദിവസമായിരുന്നിട്ടുകൂടി മാനന്തവാടി ബസ് സ്റ്റാൻഡിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. സ്വകാര്യ ബസ്സുകളെ മാത്രം ആശ്രയിക്കുന്ന റൂട്ടുകളിലെ യാത്രക്കാരാണ് സമരത്തെ തുടർന്ന് ഏറെ വലഞ്ഞത്. നാളെ മുതൽ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ബസ്സുകളും ജില്ലയിൽ സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് തൊഴിലാളികൾ പറഞ്ഞു. പ്രിയദർശിനി ബസ്സുകൾ മാനന്തവാടിയിൽ സർവീസ് നടത്തി. വേതന വർധനവ് ആവശ്യപ്പെട്ട് പുൽപ്പള്ളിയിലെ സ്വകാര്യ ബസ് തൊഴിലാളികളും ഇന്ന് പണിമുടക്കി. സ്വകാര്യ ബസ് തൊഴിലാളികളുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ടിട്ട് ഉടമസ്ഥര് യാതൊരു തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ വയനാട് ജില്ലയിലെ മുഴുവൻ ബസ് തൊഴിലാളികളും പണിമുടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പണിമുടക്കിലെ എല്ലാ തൊഴിലാളികളും സഹകരിച്ചുകൊണ്ട് 2014
വരേണ്ടതായിട്ടുള്ള ശമ്പള ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സഹകരണം സംഘടനയ്ക്ക് തരണമെന്ന് അറിയിക്കുക. വയനാട് ന്യൂസ്, മാനന്തവാടി, ബത്തേരി. കണ്ടക്ടർമാരുടെ കുറവ്. ബത്തേരി KSRTC ഡിപ്പോയിൽ ഇന്ന് 18 സർവീസുകൾ മുടങ്ങി. കണ്ടക്ടർമാരുടെ ഡ്യൂട്ടി നിശ്ചയിക്കുന്നതിൽ വന്ന പാളിച്ചയാണ് സർവീസുകൾ മുടങ്ങാൻ കാരണം. മുടങ്ങിയതിലധികവും ഗ്രാമീണ സർവീസുകൾ. അധികൃതരുടെ ഉത്തരവാദിത്വമില്ലായ്മയുടെ തെളിവായി ഇന്ന് ബത്തേരി ഡിപ്പോയിൽ മുടങ്ങിയത് 18 സർവീസുകളാണ്. കണ്ടക്ടർമാർ ഇല്ല എന്ന കാരണത്തിലാണ് സർവീസുകൾ മുടങ്ങിയത്. ഡ്യൂട്ടി നിശ്ചയിച്ച് നൽകുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച പാളിച്ചയാണ് ഇന്ന് സർവീസുകൾ മുടങ്ങാൻ കാരണം. രാവിലെ മാത്രം 69 ഷെഡ്യൂളുകളാണ് ഇവിടെ നിന്നും ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഇതിലാണ് 18 സർവീസുകൾ മുടങ്ങിയത്. മുടങ്ങിയതിൽ ഭൂരിപക്ഷവും ഗ്രാമീണ സർവീസുകളുമാണ്. ബത്തേരി, പുൽപ്പള്ളി, കൽപ്പറ്റ, താളൂർ, ചേരമ്പാടി, ചുള്ളിയോട്, അമ്പലവയൽ, ചേകാടി എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് മുടങ്ങിയത്. ഇതിനു പുറമെ കോഴിക്കോടേക്കുള്ള 4 സർവീസുകളും മുടങ്ങിയതിൽപ്പെടും. ഇതുകൂടാതെ കോതമംഗലം അടക്കമുള്ള ദീർഘദൂര സർവീസുകൾ മണിക്കൂറുകൾ വൈകിയാണ് അയച്ചതും. മാനന്തവാടി താലൂക്കിലും പുൽപ്പള്ളിയിലും ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്കായതിനാൽ ഈ ഭാഗത്തേക്കുള്ള യാത്രക്കാരാണ് സർവീസ് റദ്ദായതിനെ തുടർന്ന് ഏറെ വലഞ്ഞത്. സർവീസുകൾ മുടങ്ങിയതിലൂടെ ലക്ഷങ്ങളാണ് KSRTCക്ക് നഷ്ടം സംഭവിച്ചത്. വയനാട് ന്യൂസ്, ബത്തേരി. ചെമ്പ്രപ്പീക്ക് തേയിലത്തോട്ടം സമരം തീർന്നു. ജൂലൈ 1 തോട്ടം തുറക്കാൻ തീരുമാനം. അനധികൃതമായി 7 മാസം മുൻപ് മാനേജ്മെന്റ് തോട്ടം അടച്ചിട്ട് പ്രഖ്യാപിച്ച ലോക്കൌട്ടിനാണ് അടുത്ത മാസം 1 അറുതിയാവുന്നത്. ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികളും ട്രേഡ് യൂണിയൻ നേതാക്കളും കോഴിക്കോട് കലക്ട്രേറ്റിൽ നടത്തിയ ചർച്ചയിലാണ് ഒത്തുതീർപ്പ് തീരുമാനം. നാളെ കലക്ട്രേറ്റിന് മുന്നിൽ തുടങ്ങാനിരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരവും പിൻവലിച്ചു. ജൂലൈ 1 മുതൽ 3 മാസം 15 ദിവസം വീതം ജോലി നൽകാമെന്ന മാനേജ്മെന്റ് വാഗ്ദാനം തൊഴിലാളികൾ അംഗീകരിച്ചില്ല. ജൂലൈ മാസത്തിൽ 15 ദിവസം മാത്രം ജോലി എന്ന വ്യവസ്ഥ അംഗീകരിച്ചു. മറ്റു മാസങ്ങളിൽ സാധാരണ രീതിയിൽ ജോലിയും വേതനവും നൽകും. തൊഴിൽ മന്ത്രി TP രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഈ മാസം 7 തിരുവനന്തപുരത്ത് വെച്ച് വീണ്ടും ചർച്ച നടക്കും. കൂലിക്കുടിശ്ശിക, ബോണസ് തുടങ്ങിയ വിഷയങ്ങളിൽ ഈ ചർച്ചയിലാണ് തീരുമാനമുണ്ടാവുക. ജൂലൈ 1 തോട്ടം തുറക്കാനും ലോക്കൌട്ട് പിൻവലിക്കാനും തീരുമാനമായ സാഹചര്യത്തിൽ ചെമ്പ്ര എസ്റ്റേറ്റ് തൊഴിലാളികൾ കളക്ടറേറ്റിന് മുമ്പിൽ നടത്താനിരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം മാറ്റിവെച്ചു. സാജർ പുത്രൻ, വയനാട് ന്യൂസ്, മേപ്പാടി. ജില്ലയിൽ വീണ്ടും ഡിഫ്തീരിയ റിപ്പോർട്ട് ചെയ്തു. ബത്തേരി തൊവരിമലയിലെ യുവതിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മണിപ്പാൽ വൈറോളജി ലാബിലെ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. നേരത്തെ ജില്ലയിൽ 5 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. രോഗബാധിതർ 6 ആയതോടെ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. പനി, തൊണ്ടവേദന, ആഹാരമിറക്കാൻ പ്രയാസം എന്നിവയാണ് പ്രാരംഭ രോഗലക്ഷണങ്ങൾ. എത്രയും വേഗം വൈദ്യസഹായം തേടണം. കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മാരകമായ ഭവിഷ്യത്തുകൾ ഉണ്ടാകാം. രോഗപ്രതിരോധത്തിനുള്ള ഏകമാർഗം കുത്തിവയ്പ് മാത്രമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. CH അബ്ദുള്ള, വയനാട് ന്യൂസ്, അമ്പൂത്തി. വർത്തമാന കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങളും സാഹോദര്യങ്ങളും കുറഞ്ഞുവരികയാണെന്ന് കോൺഗ്രസ് എസ് സംസ്ഥാന പ്രസിഡന്റും തുറമുഖ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രിയുമായ കടന്നപ്പള്ളി രാമചന്ദ്രൻ. ബന്ധങ്ങൾക്ക് ആത്മീയമായ ചുറ്റുപാടായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അത് ഇന്ന് സാങ്കേതികത്വത്തിലേക്ക് മാറിയതായും മന്ത്രി പറഞ്ഞു. കോൺഗ്രസ് എസ് ബത്തേരി മണ്ഡലം കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ TV രതീഷ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ബാബു ഗോപിനാഥ്, NP രജിത്, KP ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബമില്ലാതെ സമൂഹമോ രാജ്യത്തിൽ ജനതയും ഉണ്ടാകും. അതുകൊണ്ട് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിന് വളരെ വിപുലമായ സപ്പോർട്ട്. ഇവിടെ ഈ വർത്തമാനകാലത്ത് കുടുംബബന്ധങ്ങളും സഹോദര്യങ്ങളും വ്യക്തിബന്ധങ്ങളും ഒക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാനകാലം. അത് പ്രത്യേകിച്ച് ആരെയും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം പല കാര്യങ്ങളും ആധുനികമായ സാങ്കേതിക ഭൗതിക സാഹചര്യങ്ങൾ മനുഷ്യന്റെ പരിവർത്തന മാറ്റത്തിന് വേണ്ടിയുള്ള പരിഷ്കരണത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം. കുടുംബബന്ധം എന്ന് പറഞ്ഞാൽ അത് വ്യക്തിബന്ധം, കുടുംബബന്ധം എന്ന് പറഞ്ഞാൽ വലിയൊരു ആത്മീയമായ ബന്ധമുണ്ട്. ഇനി വംശനാശത്തിന്റെ നിലവിളികൾ. പതിമൂന്നാം വയസ്സിൽ വിവാഹിതയാവുകയും ഏതാനും വർഷങ്ങൾക്കകം ഉപേക്ഷിക്കപ്പെടുകയും ചെയ്ത നെന്മേനി നറമാട് കോളനിയിലെ മാളുവിനെയാണ് വംശനാശത്തിന്റെ നിലവിളികളിൽ ഇന്ന് വയനാട് ന്യൂസ് പരിചയപ്പെടുത്തുന്നത്. വിവാഹവും ബന്ധം വേർപ്പെടുത്തലും കുട്ടികൾ അനാഥരായി വളരലുമെന്നും ആദിവാസികൾക്കിടയിൽ വലിയ വാർത്തയല്ല. അത് വലിയ വാർത്തയല്ലെന്ന് പൊതുസമൂഹം നിരന്തരം അവരെ ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം വേറൊരു കമ്പി പിന്നെ ആളെ പിടിച്ച് അയാളെ കയ്യിൽ നിന്ന് പെണ്ണിനായിട്ട് അടുക്കില്ല ഞങ്ങൾ. അടുക്കാത്തത് കൊണ്ട് പെണ്ണിനായിട്ട് അടുക്കാതെ വേറൊരു കമ്പനി ആരെങ്കിലും പിടിച്ച് അതിനെ ചേർത്തിട്ട് പിന്നെ ഞങ്ങൾ എന്തോ കൊടുക്കുന്നറിയാം. കുറച്ച് വെറ്റിലി അടക്കയും കൊടുക്കും. അതിൽ
ആ വെറ്റിലടക്കം ആ പെണ്ണ് വാങ്ങി മുറിക്കാൻ പിന്നെ അത് ഞങ്ങളെ കൂട്ടത്തിലേക്കായി. അത്ര തന്നെ ഉള്ളൂ അതിൻ്റെ പരിപാടി. നമ്പ്യാർകുന്ന് നറമാട് പണിയ കോളനിയിലെ മാളുവിന് ഇപ്പോൾ 30 വയസ്സ്. 2 പെൺമക്കളുണ്ട്. 2000 ആണ്ടിൽ 13ാമത്തെ വയസ്സിലാണ് വിവാഹം. മൂത്ത മകൾ വിജിതയ്ക്ക് 17 വയസ്സായി. ഇളയവൾ സരസ്വതിക്ക് 13 വയസ്സും. ഭർത്താവ് ബിജു ഉപേക്ഷിക്കുമ്പോൾ മാളു ഗർഭിണിയായിരുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചതിനെ തുടർന്ന് ഇളയ കുട്ടിയെ പ്രസവിക്കുന്നതും അവൾക്ക് 13 വയസ്സാകുന്നതും വരെ നീണ്ട വർഷങ്ങളിൽ കൂലിപ്പണിയെടുത്തും മറ്റുമാണ് മാളു ജീവിതം തള്ളി നീക്കിയത്. ആകെയുള്ള 20 സെന്റ് സ്ഥലത്ത് 6 കുടുംബങ്ങൾ പട്ടികവർഗ വകുപ്പ് നൽകിയ വീടുകളിൽ താമസിക്കുമ്പോൾ വീടുകളുടെ വെളിമ്പുറത്ത് ഒരു കൂര വളച്ചുകെട്ടി അതിനകത്ത് 2 പെൺമക്കളുമായി കഴിയുകയാണ് പരിത്യക്തയായ ഈ സ്ത്രീ. ചീരാലിനടുത്ത് നൂലക്കുന്ന് കോളനിയിൽ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് ജീവിക്കുകയാണ് ബിജു. ആ ബന്ധത്തിലും ഒരു കുട്ടിയുണ്ട്. പാരമ്പരികമായി പിന്തുടർന്നു വന്ന ആചാരത്തിന്റെ പേരിലാണെങ്കിലും 13കാരിയെ വിവാഹം ചെയ്യുന്നയാളെ പോക്സോ അനുസരിച്ച് പിടികൂടി ജയിലിൽ അടയ്ക്കാം. 13കാരിയെ എന്തുകൊണ്ട് ആദിവാസികൾ ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കുന്നു എന്ന് കണ്ടെത്തുന്നതിന് പകരം നിയമത്തിന്റെ കയ്യാമവുമായി ഇവരുടെ പിന്നാലെ പായുന്നതിൽ അർത്ഥമില്ല. നിയമവ്യവസ്ഥയുടെ വെളിമ്പുറങ്ങളിൽ തകരച്ചെടികൾ പോലെ വളർന്നു പോകുന്ന അവരുടെ വിവാഹപ്രായത്തിൽ മാത്രം നിയമം ഇടപെടുന്നതിൽ ചില പന്തികേടുകളുണ്ട്. എൻ്റെ ഭർത്താവ് ഒഴിവാക്കിയിട്ട് 17 വർഷമായി. മക്കളെ നോക്കാൻ ഞാൻ കഷ്ടപ്പെടുന്നു. പിന്നെ സ്കൂളിൽ പഠിപ്പിക്കാനൊക്കെ വേറെ കല്യാണം കഴിച്ചു. പിന്നെ ഒരു കുട്ടി ഉണ്ട്. അതിൽ അവനവിടെ സുഖമായിട്ട് കാണും. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. നാളെ ലോക പരിസ്ഥിതി ദിനം. ദുരമൂത്ത മനുഷ്യൻ പ്രകൃതിയെ കടന്നാക്രമിക്കുമ്പോൾ പ്രകൃതിയോട് ഇണങ്ങിയ ലഭിക്കുന്ന നന്മകൾ കാണിച്ചു തരികയാണ് നീലഗിരി മാങ്ങോട് പുത്തൻപുരയ്ക്കൽ കുമാരൻ. കടുത്ത വേനൽ ജലക്ഷാമത്തിന് കാരണമാകുമ്പോൾ ജലസ്രോതസ്സിന്റെ ഓരങ്ങളിൽ ഓട വെച്ച് പിടിപ്പിച്ച് ഭൂമിയുടെ ജലഞരമ്പുകളെ ഉത്തേജിപ്പിക്കുകയാണ് ഈ കർഷകൻ. പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചാൽ പ്രകൃതിയുടെ നന്മ ആവോളം ആസ്വദിക്കാൻ കഴിയുമെന്ന് കാണിച്ചു തരികയാണ് ജീവിതാനുഭവങ്ങളിലൂടെ കുമാരൻ. 5 ഏക്കർ കൃഷിയിടത്തിൽ ഏതു വേനലിലും പച്ചപ്പ് നിലനിർത്താൻ ഈ ഒരു കുളത്തിലെ ജലം മതിയാകുമെന്ന് കുമാരൻ പറയുന്നു. ഈ പ്രവൃത്തികൾ മാതൃകയാക്കാനും കൃഷിരീതികൾ പഠിക്കാനും ജർമ്മനി, ഫ്രാൻസ്, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ഇംഗ്ലണ്ട്, ശ്രീലങ്ക തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്താറുണ്ട്. കുഴൽക്കിണർ ഭൂഗർഭജലം പോലും ഊറ്റിയെടുക്കുമ്പോൾ ഭൂപ്രതലത്തിൽ വീഴുന്ന വെള്ളം സംരക്ഷിച്ചാൽ ജലക്ഷാമം പരിഹരിക്കാമെന്നതിന് ഉത്തമ മാതൃകയാണ് കുമാരന്റെ ഓടക്കുളങ്ങൾ. ഓടയുടെ വേരുകൾക്ക് വെള്ളം ശേഖരിച്ചു വെക്കാൻ പ്രത്യേകമായ കഴിവുണ്ട്. ഓരോ കൃഷിയിടവും ഈ മാർഗം സ്വീകരിച്ചാൽ ജലക്കൊയ്ത്ത് നടത്താമെന്ന് കുമാരൻ പറഞ്ഞു. ഈ കഴിഞ്ഞ വർഷം തന്നെ ഈ പ്രദേശത്തെല്ലാം കൊടും വരൾച്ചയായിരുന്നു. ആ സമയത്ത് പോലും ഈ കുളം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരുന്നു. അതിൻ്റെ കാരണം 7-8 വർഷമായി ഈ പ്രദേശം ഞാൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഈ വെള്ളത്തിന് വേണ്ടി ഇതിൻ്റെ പരിസരം കൊത്തുകയോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ദുരുപയോഗം ചെയ്യാതെ ഈ ഓട വെച്ച് സംരക്ഷിച്ചുകൊണ്ട് ധാരാളം വെള്ളം നമുക്ക് ലഭിക്കുന്നു. ഇതുപോലെ മറ്റു കർഷകർക്കും ചെയ്യാവുന്നതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാ കൃഷിക്കാരും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വേണ്ട വെള്ളവും നമുക്ക് വേണ്ട ഭക്ഷണവും നമ്മുടെ പ്രദേശത്ത് തന്നെ ഉണ്ട്. അതിനെ നമ്മൾ ദുരുപയോഗം ചെയ്യാതെ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. AP ഷാജി, വയനാട് ന്യൂസ്, ചീരാൽ. മേപ്പാടി ടൗണിലെ മാലിന്യം നിക്ഷേപിക്കുന്നത് മൂപ്പൈനാട് പഞ്ചായത്തിലെ പാതയോരങ്ങളിലും സ്വകാര്യ എസ്റ്റേറ്റ് ഭൂമിയിലും. മൂപ്പൈനാട് പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ പാതയോരങ്ങൾ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി. ഭക്ഷണം തിരഞ്ഞെത്തുന്ന തെരുവുനായ്ക്കളുടെ ശല്യവും പ്രദേശത്ത് രൂക്ഷമായി. പ്രദേശവാസികൾക്ക് ദുരിതമായ മാലിന്യ നിക്ഷേപം ഒഴിവാക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പരാതി വ്യാപകം. കോഴിക്കോട് ഊട്ടി ദേശീയപാതയിലെ മൂപ്പൈനാട് ഹാരിസൺ ആശുപത്രിക്ക് സമീപവും അരപ്പറ്റ ആനവളവിലുമാണ് റോഡരികിലും സ്വകാര്യ എസ്റ്റേറ്റ് ഭൂമിയിലുമായി രാത്രികാലങ്ങളിൽ മാലിന്യങ്ങൾ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്. ജനം തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളും കൂടിയാണിവിടെ. മഴ പെയ്താൽ മാലിന്യങ്ങൾ ഒലിച്ചിറങ്ങി കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന കിണറുകളിലെ ജലം മലിനമാക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. മേപ്പാടി പഞ്ചായത്തിൽ മാലിന്യ സംസ്കരണം കാര്യമായി നടക്കാതെ വരുമ്പോഴാണ് മൂപ്പൈനാട് പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന പാതയോരങ്ങളിൽ മാലിന്യം കൊണ്ടു തള്ളാറുള്ളത്. പ്ലാസ്റ്റിക്, കോഴി വേസ്റ്റ്, ഹോട്ടൽ മാലിന്യങ്ങൾ തുടങ്ങിയവ ധാരാളം വഴിയരികിൽ നിക്ഷേപിക്കുമ്പോൾ തീറ്റ തിരഞ്ഞെത്തുന്ന തെരുവ് നായ്ക്കൾ ചീറിപ്പായുന്ന വാഹനങ്ങൾക്ക് ഇരയാവുകയാണിവിടെ. വാഹനങ്ങൾ തട്ടി മരണപ്പെടുന്ന മൃഗങ്ങളെ കുഴിച്ചിടാൻ പോലും ആരും തയ്യാറാകുന്നില്ല. ഇതോടെ ഇവയുടെ ദുർഗന്ധം കാരണം വഴി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അക്ഷരങ്ങൾ മായാതെ മാലിന്യ നിക്ഷേപം അരുത് എന്ന ഫ്ലെക്സ് ബോർഡ് ഉണ്ടെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെ അതിന് ചുവട്ടിൽ തന്നെ മാലിന്യ നിക്ഷേപിക്കുന്ന സംസ്കാരമാണ് നമ്മുടെ നാട്ടിൽ. മാലിന്യ നിക്ഷേപത്തിനെതിരെ പ്രദേശവാസികൾ ആരോഗ്യവകുപ്പ് അധികൃതർക്കും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഈ റോഡ് സൈഡ് ഭയങ്കര മാലിന്യം കൊടുന്ന് തള്ളുന്നുണ്ട്.
ഒരുപാട് തവണ ഞങ്ങൾ അധികൃതർക്ക് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു പട്ടിക്കുട്ടി ചത്ത് കിടക്കുന്നുണ്ട്. ഇവിടെ രോഗികൾക്കും ഒരാൾക്കടിക്കുന്ന കിണർ വരെ താഴെയുള്ളതാണ്. അതുകൊണ്ട് ഇതിനൊരു നടപടി എത്രയും പെട്ടെന്ന് എടുക്കണമെന്നാണ്. വയനാട് ന്യൂസ് മേപ്പാടി. അതിരൂക്ഷമായ വന്യമൃഗശല്യത്തെ അതിജീവിച്ച് കൃഷിയിറക്കി വിജയം കൈവരിച്ച യുവ കർഷകൻ. ചെതലയം പടിപ്പുര തെക്കേടത്ത് സന്തോഷാണ് പതിറ്റാണ്ടായി തരിശായി കിടന്ന ഭൂമിയിൽ കൃഷിയിറക്കി വിജയം കൊയ്യുന്നത്. ചെതലയത്തെ യുവകർഷകനായ സന്തോഷാണ് ഏറെ പ്രതിസന്ധികളെ മറികടന്ന് കൃഷിയിൽ വിജയഗാഥ രചിക്കുന്നത്. വനാതിർത്തിയോട് ചേർന്നുള്ള തന്റെ കുടുംബത്തിന്റെ 4.5 ഏക്കർ ഭൂമിയിലാണ് സന്തോഷ് കൃഷിയിറക്കിയിരിക്കുന്നത്. വനത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയിൽ കഴിഞ്ഞ 10 വർഷമായി കൃഷിയിറക്കാതെ തരിശായി കിടക്കുകയായിരുന്നു. അതിരൂക്ഷമായ വന്യമൃഗശല്യമായിരുന്നു കൃഷിയിറക്കാത്തതിന് കാരണം. എന്നാൽ ഈ വർഷം സന്തോഷ് കൃഷിയിറക്കാൻ തന്നെ തീരുമാനിച്ച് മുന്നിട്ടിറങ്ങി. 4.5 ഏക്കർ ഭൂമിയിൽ വാഴ, കപ്പ, പച്ചക്കറികൾ എന്നിവയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കൃഷിക്ക് രാത്രികാലങ്ങളിൽ കാവലിരിക്കുന്ന ഈ കർഷകൻ നേരം വെളുത്താൽ വീണ്ടും കൃഷിപ്പണികളുമായി സജീവമാവും. ഇത്തരത്തിൽ സംരക്ഷിച്ചു പോരുന്ന സന്തോഷിന്റെ തോട്ടം ഒരു മാതൃകാ കൃഷിത്തോട്ടമായി മാറിയിരിക്കുകയാണ്. വളരെയേറെ കഷ്ടപ്പെട്ട് വിള ചെയ്ത കൃഷി സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് ഈ കർഷകന്റെ ആവശ്യം. അതുപോലെ തന്നെ ധനേഷ് കുമാർ സാർ ഈ ന്യൂസ് കാണുകയാണെങ്കിൽ അദ്ദേഹം ഈ കൃഷിഭൂമി ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ 1 മണി വരെ കാവലിരുന്ന് ഈ കൃഷിയെല്ലാം വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിച്ചിട്ട് ഇത്രയും രീതിയിൽ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ കൃഷിഭൂമി ഒന്ന് സന്ദർശിച്ചിട്ട് അദ്ദേഹം ഇതിനു വേണ്ടുന്ന ഒരു പരിഹാര മാർഗം കർഷകർക്ക് വേണ്ടി അല്ലെങ്കിൽ കർഷകന്റെ സ്വത്തിനും ജീവനും കൃഷിക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നടപടി എടുക്കുമോ അല്ലെങ്കിൽ എടുക്കാതിരിക്കുമോ എന്താണെന്ന് എനിക്കറിയില്ല. എങ്കിലും അദ്ദേഹം ഈ കൃഷിഭൂമി ഒന്ന് സന്ദർശിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വയനാട് ന്യൂസ് ബത്തേരി. പണിമുടക്കിയ സ്വകാര്യ ബസ് തൊഴിലാളികൾ മാനന്തവാടിയിൽ ബസ് സ്റ്റാൻഡ് ശുചീകരിച്ചു. രാവിലെ മുതൽ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം. CP മുഹമ്മദ് അലി, MP ശശികുമാർ, ബഷീർ, ബാലൻ എന്നിവർ നേതൃത്വം നൽകി. സമരം തുടരുമെന്നും നേതാക്കൾ പറഞ്ഞു. കൂലി വർധനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജില്ലാ DLOയുടെ മുന്നേ നടന്ന ചർച്ചയിൽ ജില്ലയിലെ മുഴുവൻ തൊഴിലാളികൾക്കും അനുവദിച്ച വേതനം മാനന്തവാടിയിൽ ഒരു വിഭാഗം ബസ് മുതലാളിമാർ കൊടുക്കാത്തത് കൊണ്ടാണ് ഈ സമരവുമായി സംയുക്ത കോർഡിനേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ സമരത്തോടനുബന്ധിച്ചിട്ട് തന്നെ മാനന്തവാടി ബസ് സ്റ്റാൻഡ് ശുചീകരണം നടത്തുവാൻ വേണ്ടി സംയുക്ത കോർഡിനേഷൻ തൊഴിലാളികൾ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വികസന കാര്യങ്ങളിൽ വയനാടിനെ ഗവൺമെന്റ് അവഗണിക്കുമോ എന്ന ആശങ്ക വേണ്ടെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. LDF ഗവൺമെന്റിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കൽപ്പറ്റയിൽ മാധ്യമപ്രവർത്തകരുമായി മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വികസനത്തിൽ രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് നിൽക്കുകയാണ് സർക്കാർ നയം. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിന് പരിശ്രമങ്ങൾ തുടങ്ങി. ജില്ലയിൽ 377 പട്ടയങ്ങൾ വിതരണം ചെയ്തു. കയ്യേറ്റങ്ങൾ തടയുന്നതിന് കർശന നടപടിയെടുക്കണമെന്നാണ് സർക്കാർ നിലപാട്. ടൂറിസം സാധ്യതകൾ പ്രോത്സാഹിപ്പിക്കും. വയനാട്ടിലെ റോഡുകളുടെ ശോച്യാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിനകം 300 കോടി രൂപ അനുവദിച്ചു. നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നു. മഴ കഴിയുന്നതോടെ മുഴുവൻ റോഡുകളും ഗതാഗത യോഗ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ആദിവാസി പ്രശ്നങ്ങളിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. വയനാട് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ബിനു ജോർജ് മോഡറേറ്ററായിരുന്നു. OR കേളു MLA അധ്യക്ഷനായി. PRD തയ്യാറാക്കിയ ഹ്രസ്വചിത്രം ശരിയായി മുന്നോട്ട്, LDF സർക്കാർ 1ാം വാർഷിക ബ്രോഷർ എന്നിവ മന്ത്രി പ്രകാശനം ചെയ്തു. സൂക്ഷിക്കാവുന്നതല്ല, അത് പ്രാവർത്തികമാക്കാൻ ഒരു കർമ്മരേഖയാണ് എന്നാണ് ഗവൺമെന്റ് നിശ്ചയിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വിവിധ പരിപാടികൾ. ആ പരിപാടികൾ ഒരു വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയുന്നതല്ല. നിങ്ങൾക്കറിയാം, ദീർഘകാല പദ്ധതിയുണ്ട്, ഹ്രസ്വകാല പദ്ധതിയുണ്ട്. പക്ഷെ ഇതിനെ ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രതയാണ്, ഒരു സാമ്പത്തികതയാണ് നമ്മുടെ വിവിധ പരിപാടി ഉണ്ടാകേണ്ടത് എന്നുകൊണ്ട് അതിനാണ് പ്രാമുഖ്യം. വയനാട് ന്യൂസ് കൽപ്പറ്റ. വൃദ്ധസദനത്തിലെ അമ്മമാർക്ക് സാന്ത്വനവുമായി IC ബാലകൃഷ്ണൻ MLA. മരക്കടവിലെ സെന്റ് കാത്തറിൻസ് ഓൾഡ് ഹോമിലെ 20ഓളം അമ്മമാർക്ക് വസ്ത്രങ്ങളും മറ്റും നൽകാനായാണ് MLA എത്തിയത്. 6 വർഷം മുമ്പ് ആദ്യമായി വൃദ്ധസദനത്തിൽ സന്ദർശനം നടത്തിയ MLAയോട് ചികിത്സയ്ക്ക് ആവശ്യമായ പണം സർക്കാർ തലത്തിൽ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അമ്മമാർ പരാതി നൽകിയിരുന്നു. മുഴുവൻ വൃദ്ധസദനങ്ങളിലും കഴിയുന്നവർക്ക് ചികിത്സാ സൗകര്യമൊരുക്കി കൊടുക്കാൻ കഴിഞ്ഞത് ഈ അമ്മമാരുടെ ആവശ്യത്തെ തുടർന്നാണെന്ന് MLA പറഞ്ഞു. മക്കളുണ്ടായിട്ട് പോലും അമ്മമാരെ നോക്കാൻ കഴിയാതെ വൃദ്ധസദനങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്ന 20ഓളം അമ്മമാർക്ക് ചികിത്സാ സൗകര്യമൊരുക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾ നേരിട്ട് അന്വേഷിക്കുന്നതിനുമായിരുന്നു MLAയുടെ സന്ദർശനം. അമ്മമാർക്ക് വസ്ത്രങ്ങൾ നൽകിയും ഭക്ഷണം വിളമ്പിയും അവർക്കൊപ്പം ചിലവഴിച്ചായിരുന്നു MLA മടങ്ങിയത്. 6 വർഷത്തോളമായി വൃദ്ധസദനത്തിൽ
മദറായി പ്രവർത്തിച്ച് സ്ഥലം മാറിപ്പോകുന്ന സിസ്റ്റർ ലീനയ്ക്കും MLA ഉപഹാരം നൽകി. ദൈവാനുഗ്രഹം കൊണ്ട് ഏറ്റവും ആദ്യം ഉമ്മൻചാണ്ടിയെ അനുവദിച്ചത് ഈ സ്ഥാപനത്തിലോട്ടാണ്. ഈ സ്ഥാപനത്തിലോട്ട് ജിയോ ഇറങ്ങിയപ്പോൾ പിന്നെ ഈ അപേക്ഷ കൊണ്ടൊരു പ്രളയമായിരുന്നു നമുക്ക് മാത്രമല്ല സ്റ്റേറ്റിലൊട്ടാകെ. വയനാട് ന്യൂസ് പുൽപ്പള്ളി. ദേശീയ പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ വയനാട് ശാഖയുടെ നേതൃത്വത്തിൽ എക്സൈസ് വകുപ്പിന്റെയും ജില്ലാ അത്ലറ്റിക് ഫെഡറേഷന്റെയും സഹകരണത്തോടെ വയനാട് റൺ മാരത്തണും കൂട്ടയോട്ടവും സംഘടിപ്പിച്ചു. മീനങ്ങാടിയിൽ നിന്നും ആരംഭിച്ച മാരത്തൺ ബത്തേരി സന്തോഷ് ജംഗ്ഷൻ പരിസരത്ത് സമാപിച്ചു. തുടർന്ന് പുകയില വിരുദ്ധ സന്ദേശ റാലിയും സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി മുനിസിപ്പൽ ടൗൺ ഹാളിൽ പോസ്റ്റർ രചനാ മത്സരവും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ പുകയില വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം MLA IC ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സർക്കാർ ആഗ്രഹിക്കുന്നത് ജനപക്ഷത്ത് നിൽക്കുന്ന പോലീസിനെ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി. വയനാട് മാവോയിസ്റ്റ് ഒളിത്താവളമാകാതിരിക്കാൻ പോലീസ് നിതാന്ത ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി. വൻ സുരക്ഷാ ക്രമീകരണങ്ങളോടെ പിണറായിയുടെ വയനാട് സന്ദർശനം. നാളെ മുതൽ ജില്ലയിൽ അനിശ്ചിതകാല സ്വകാര്യ ബസ് തൊഴിലാളി പണിമുടക്ക്. സമരം പുതുക്കിയ വേതനവും ബത്തയും നൽകാത്തതിൽ പ്രതിഷേധിച്ചു. ചെമ്പ്ര പീക്ക് തോട്ടം സമരം തീരുന്നു. എസ്റ്റേറ്റ് ജൂലൈ 1 തുറക്കും. നാളെ തൊഴിലാളികൾ നടത്താനിരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം പിൻവലിച്ചു. വയനാട്ടിൽ വീണ്ടും ഡിഫ്തീരിയ. റിപ്പോർട്ട് ചെയ്തത് 6ാമത്തെ കേസ്. രോഗം സ്ഥിരീകരിച്ചത് ബത്തേരി തൊവരിമലയിൽ യുവതിക്ക്. കുടുംബ ബന്ധങ്ങളിലെ ആത്മീയത നഷ്ടപ്പെട്ടെന്നും ബന്ധങ്ങൾ യാന്ത്രികമായെന്നും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. വികസന കാര്യങ്ങളിൽ വയനാടിനെ അവഗണിക്കുമെന്ന ആശങ്ക വേണ്ടെന്നും മന്ത്രി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.